ഡൊണാൾഡ് ട്രംപിന്റെ വമ്പത്തരങ്ങൾ അങ്ങനെ ദിനംപ്രതി അനർഗളം തുടരുകയാണ്. അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാം ഊഴം ലഭിച്ചപ്പോഴേ ഇക്കുറി ഞാനൊരു കലക്ക് കലക്കും എന്ന മട്ടിലായിരുന്നുവല്ലോ ട്രംപണ്ണന്റെ മട്ടും ഭാവവും. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ചുമതലയേറ്റെടുക്കുന്നതിന് മുൻപേ തന്നെ ട്രംപ് തള്ളു തുടങ്ങിയിരുന്നു. മധ്യേഷ്യയെ നരകമാക്കും, മെക്സിക്കോയുടെ കനാൽ വറ്റിക്കും, കാനഡയെ വിറപ്പിക്കും എന്നുള്ള മട്ടിലായിരുന്നു തുള്ളൽ. സംഗതി ആകെ മൊത്തം ടോട്ടലായി നോക്കുമ്പോൾ മാമുക്കോയ കഥാപാത്രമായ കീലേരി അച്ചുവിന്റെ ഒന്നാം തരം അമേരിക്കൻ വേർഷൻ. നാളെ നന്നാവാൻ ഉന്നത കുലജാതൻ ഭരിക്കണമെന്ന പുതിയ മഹത്വജനങ്ങൾ ഉണ്ടാവുന്ന ഇക്കാലത്ത് ട്രംപിനെ പോലുള്ള രാഷ്ട്രത്തലവന്മാർ ലോകത്തിന് ഉണ്ടാകുന്നത് തന്നെ നല്ലത്. ഒരൽപ്പം ചിരിക്ക് അത് വക നൽകുമല്ലോ. ഭരണാധികാരികൾ നാടിനും നാട്ടാർക്കും ലോകത്തിനും ആശ്വാസവും ആശയും ആവണമെന്ന സങ്കല്പമൊക്കെ പഴംപുരാണമായി കഴിഞ്ഞു. എത്രത്തോളം പൗരന്മാരെ ആശങ്കയിലും ഭീതിയിലും ആശയക്കുഴപ്പത്തിലുമാക്കാമെന്ന ഗവേഷണത്തിലാണ് അഭിനവ നീറോമാർ. മൈക്ക് പെൻസും ട്രംപുമൊക്കെ ഇതിൽ ചാമ്പ്യനാവാനുള്ള മത്സരത്തിൽ യോഗ്യത നേടിയവരുമാണ്. സൈനിക വിമാനത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ കുത്തിനിറച്ച് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടെന്നാണ് വാർത്ത. രണ്ടാം ഊഴത്തിൽ മൈക്ക് പെൻസിന്റെ ആദ്യ ഗിഫ്റ്റാണ് സൈനിക വിമാനത്തിൽ കയറ്റി വിട്ടിട്ടുള്ളത്. ബാക്കി പാരിതോഷികം മോദിക്ക് നേരിട്ട് കൊടുക്കാമെന്നാണ് പ്ലാൻ. കൂൺ കഴിക്കാനായി മോദിയെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് മോദി. എന്താവുമോ എന്തോ. അർദ്ധരാത്രിയിൽ കുടപിടിക്കുന്ന ആരാണ്ടൊക്കെ ചെയ്യുന്ന പോലെ ഹോണറബിൾ ട്രംപ് ഒരൂറ്റത്തിന് ഇറക്കുമതി തീരുവ ചില രാജ്യങ്ങൾക്ക് കൂട്ടിയിട്ടുണ്ട്. വി മുരളീധരനെ പോലെ കാഞ്ഞ ബുദ്ധിയുള്ള ആരോ പറഞ്ഞു കൊടുത്തതാണ് തീരുവക്കളിയെന്നുറപ്പ്. കൂട്ടിയതിൽ ഒരംശം അമേരിക്കയിലും കൂടുമെന്ന് പിന്നീടാണ് ടിയാന് മനസ്സിലായത്. കാര്യങ്ങൾ കൈവിടുമെന്നായപ്പോൾ മെക്സിക്കോ ഭരണാധികാരിയെ വിളിച്ച് കാര്യങ്ങൾ സബൂറാക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഡീപ്പ് സീക്കുണ്ടാക്കി കൊഞ്ഞനം കുത്തിയ ചൈനയോടാണെങ്കിൽ പഴയ പോലെ കളിക്കാനാവില്ലെന്നറിഞ്ഞ് മറ്റുള്ളവർക്ക് കൂട്ടിയതത്ര കൂട്ടിയെത്തുമില്ല. അല്ലെങ്കിലും തിരിച്ചടി കിട്ടുമെന്നുറപ്പുള്ളവരോട് കീലേരി അച്ചു പണ്ടേ മുട്ടാൻ നിൽക്കാറുമില്ല. 25% ഇറക്കുമതി തീരുവയിട്ട് കാനഡയ്ക്ക് ഇട്ടുകൊടുത്ത പണി പാലും വെള്ളത്തിൽ തിരിച്ചു കിട്ടാവുന്നതേയുള്ളൂ. ട്രംപിന് വോട്ടിട്ട അമേരിക്കൻ ജനത ഇപ്പോൾ എൻ്റെ അമ്മേ എന്ന് വിളിച്ച് കൈവിരൽ മാത്രമല്ല കാൽ വിരൽ തന്നെയും കടിക്കുന്നുണ്ടാവും. ഇപ്പോൾ അമേരിക്കയിലെ കുടിയേറ്റക്കാരെ മുഴുവൻ പുറത്താക്കുമെന്ന് മൂപ്പർ ശബ്ദമെടുത്തിരിക്കുന്നത്. എന്നാൽ ട്രംപിന്റെ മുത്തച്ഛൻ തന്നെയും അമേരിക്കയിലേക്ക് കുടിയേറി വന്നവരാണെന്നും ഭാര്യമാരും കുടിയേറ്റക്കാരാണെന്ന പൂച്ച് പുറത്തായിട്ടുണ്ട്. അതൊന്നും കേട്ടില്ലെന്നും കണ്ടില്ലെന്നും നടിച്ചാണ് കുടിയേറ്റക്കാരെ ഓടിച്ചു പിടിച്ച് സൈനിക വിമാനത്തിൽ കയറ്റി അമേരിക്കയിൽ നിന്ന് പുറത്താക്കുന്നത്. കോടിക്കണക്കിന് ഡോളർ ചെലവുള്ള ട്രംപിന്റെ ഇത്തരം കന്നന്തിരിവുകൾക്ക് ചൂട്ടുപിടിക്കാൻ എത്ര കാലം ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ കൂടെയുണ്ടാവുമെന്നത് കണ്ടറിഞ്ഞു തന്നെ കാണണം. ലോകാരോഗ്യ സംഘടനയെ സാമ്പത്തികമായി സഹായിക്കില്ലെന്ന് പറഞ്ഞ് ആ സംഘടനയിൽ നിന്ന് അമേരിക്കയെ ഇറക്കിക്കൊണ്ടുവരാൻ ജഗജില്ലിയായ ഡൊണാൾഡ് ട്രംപിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. അല്ലെങ്കിലും ഒറ്റബുദ്ധിയിൽ മാത്രം കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്ന ട്രംപിൽ നിന്ന് ഇതല്ലാതെ മറ്റെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് തന്നെ തെറ്റി. മഹാമാരികളും തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും തങ്ങൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനാവുമെന്നോ അല്ലെങ്കിൽ മഹാമാരികൾ അമേരിക്കയെ തൊടില്ലെന്നോ ഉള്ള വിശ്വാസമായിരിക്കും അങ്ങേർക്ക്. മൂപ്പരുടെ വിശ്വാസം മൂപ്പരെയും അമേരിക്കയും രക്ഷിക്കട്ടെ. ലോകരാജ്യങ്ങളെ വ്യാപാര യുദ്ധത്തിലേക്കും ആയുധ പോരാട്ടത്തിലും തള്ളിയിട്ട് വൈറ്റ് ഹൗസിൽ വീണ വായിച്ച് സസുഖം വാഴാമെന്ന ഞാനും തട്ടാനും മാത്രമെന്ന കണക്കുകൂട്ടലിലായിരിക്കും അങ്കിൾ സാമിന്. കാണാം അതെത്ര കാലം നീണ്ടു നിൽക്കുമെന്ന്.